പൊതുവെ വെക്കേഷൻ എടുക്കലിൽ വളരെ പിന്നോട്ടാണ് ഞാൻ. ഇങ്ങനെ പ്രോഗ്രാം, ഡാൻസ് ക്ലാസ്, അമ്പലങ്ങൾ, യാത്രകൾ, അങ്ങനെ ഈ യാത്രകൾ ഉണ്ടെങ്കിൽ തന്നെയും അതൊരു പ്ലഷർ ട്രിപ്പായിട്ട് ഒരിക്കലും പോയതായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഈവൻ അതായത് വളരെ ചെറുപ്പത്തിലെ സിനിമയിൽ വന്നു, സിനിമയുടെ ഭാഗമായിട്ട് യാത്രകൾ ചെയ്തപ്പോൾ സ്ഥലങ്ങൾ കണ്ടു. അതിൻ്റെ പിന്നീട് ഡാൻസ് പരിപാടികളുടെ ഭാഗമായിട്ട് യാത്ര ചെയ്തപ്പോൾ സ്ഥലങ്ങൾ കണ്ടു. അപ്പം എവിടെ പോകുമ്പോഴും എന്തെങ്കിലും ഒരു പർപ്പസ്, ജോലി പോകാൻ പറ്റുന്നില്ല, പോകാൻ പറ്റണില്ല. അങ്ങനെ ഒരു യാത്രയല്ല, അങ്ങനെ ഒരു ശീലമായി. നമുക്ക് വേണ്ടി ഒരു യാത്രയില്ല, അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അമ്പലങ്ങളിലേക്കും ഒക്കെ തന്നെയാണ്. അപ്പോഴും അതിന്റെ ഭക്തിയോടുകൂടിയുള്ള യാത്രയാണല്ലോ. അങ്ങനെ ഒരു യാത്രയാണ്. ഈ ജീവിതത്തിൽ നമുക്ക് പല വീഴ്ചകളും പറ്റും അല്ലേ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീഴ്ചകളുണ്ട്, ദിവ്യക്കുണ്ടാവും. അങ്ങനെ ഒരു വീഴ്ചകളൊക്കെ സംഭവിക്കും. നമ്മളൊന്ന് ഉയർത്തിപ്പിടിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഒരു കൈത്താങ്ങാകാൻ, അങ്ങനെ ഒരാളുടെ പേര് പറയാൻ പറ്റുന്ന ദിവ്യ ആരുടെ പേര് പറയും? ജീവിതത്തിൽ പല വീഴ്ചകളും ആളുകൾക്ക് സംഭവിക്കും. അച്ഛൻ, അമ്മ, നൃത്തം. കോൺസ്റ്റന്റ് പ്രസൻസ് ആണ്. അച്ഛൻ ഇപ്പൊ ഇല്ല, പക്ഷെ അച്ഛൻ തന്ന ശക്തി കൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ അമ്മ, ഡാൻസ്. അച്ഛനാണല്ലോ എവിടെയും യാത്രയ്ക്ക് ഉണ്ടാവുന്നത്. അച്ഛനാണ് കൂടെ ഉണ്ടായിരുന്നത്. ലൊക്കേഷനിലേക്കാണെങ്കിലും അച്ഛന്റെ കൂടെ കൈപിടിച്ച്, അച്ഛന്റെ കൂടെ തന്നെ. അമ്മയ്ക്ക് അവിടെ ടെൻഷൻ ആയിരിക്കും എക്സാം ഒക്കെ ആകുമ്പോൾ. പഠിക്കുന്ന സമയത്തൊക്കെ ഷൂട്ടിന് വരാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എക്സാം സമയത്ത് ഷൂട്ടിനായിരിക്കും. അതെ. എക്സാം എഴുതിയിട്ട് തിരിച്ച് ഒറ്റപ്പാലത്ത് ഷൂട്ടാണെങ്കിൽ രാവിലെ എക്സാം എഴുതി ഉച്ചയ്ക്ക് ഒറ്റപ്പാലത്ത് പോയി നൈറ്റ് വരെ ഷൂട്ട് ചെയ്ത് പിന്നെ രാത്രി ഓടിച്ച് വന്ന് കിടന്ന് എക്സാം എഴുതി പിറ്റേ ദിവസം, അങ്ങനെ 5 ദിവസം. മിഡ് ടേം പരീക്ഷയ്ക്കൊക്കെ ഒരു പരീക്ഷ മിസ് ചെയ്യാൻ സമ്മതിക്കില്ല. അത് സമ്മതിക്കത്തില്ല. അഭിനയിക്കാൻ പോകുമ്പോൾ പരീക്ഷ എഴുതുകയും ചെയ്യണം. ഒരു പരീക്ഷയും കളഞ്ഞിട്ടില്ല, ഒരു പരീക്ഷയും മിസ്സായിട്ടില്ല. അല്ലെങ്കിൽ അടുത്ത തവണ എഴുതിയെടുക്കൽ, അങ്ങനത്തെ ഒരു പരിപാടിക്കും ഒന്നും ഇല്ല എന്നുള്ള പറച്ചിൽ, അഗ്രിമെന്റിലാണ് സിനിമയിൽ. ഈ നൃത്തവും അച്ഛനും അമ്മയുമാണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരു എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഉയർത്തെഴുന്നേൽക്കുക, നൃത്തം അത്രമാത്രം സ്നേഹിക്കുന്നു അല്ലേ? നൃത്തത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്നേഹിക്കുന്നത്. ഈ നൃത്തം കൊണ്ട് നമുക്കൊരു ദുഃഖം വരുമ്പോൾ, നമ്മൾ പഠിച്ച നൃത്തങ്ങളുണ്ടാകാം, നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് കണ്ടാൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഏത് നൃത്തത്തിന്റെ ഒരു വിഷനായിരിക്കും? അത് ഓരോ മൂഡ് അനുസരിച്ചിരിക്കും. അതിപ്പോ ദുഃഖം എന്തിനെ ചിലപ്പോ ഭഗവതി ആയിരിക്കും, ചിലപ്പോ കൃഷ്ണനായിരിക്കും, ചിലപ്പോൾ ശിവനായിരിക്കും. പക്ഷെ എല്ലാം മീഡിയം നൃത്തമാണ്. അതാണ് നമ്മൾ മറന്നു പോകുന്നത്. അതൊരു ഭയങ്കര ഒരു ഫിലോസോഫിക്കലാണ് അത് ആക്ച്വലി. ബിക്കോസ് ആ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള കണക്ഷനാണ്. അത് ഞാൻ ചോദിച്ചത് കൃത്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് തോന്നുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണല്ലോ. നൃത്തത്തിൽ പ്രണയിക്കാൻ നമുക്ക് എന്തായാലും ദുഃഖത്തിൽ അങ്ങനെ വരും, സന്തോഷത്തിലും ഉണ്ടാവും. സന്തോഷത്തിലും കൂടുതലുണ്ടാവും. സന്തോഷത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന പല രൂപങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുക അല്ലെ? ഈ സിനിമ ചെയ്തു വെച്ച സിനിമകളെല്ലാം നല്ലതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വേണ്ട എന്ന് തോന്നിയ സിനിമകളുണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ട് അത് വേണ്ടായിരുന്നു, എനിക്ക് ആ സിനിമയിൽ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും ജീവിതത്തിൽ? ആക്ച്വലി അങ്ങനെ ഇല്ല. എല്ലാവരും എന്നോട്, ഞാൻ ചെയ്തേക്കുന്ന എല്ലാ സിനിമകൾ പറ്റിയും ഇപ്പോഴും എനിക്ക് മെസ്സേജസ് വരാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്. സോ ഐ തിങ്ക് കറക്റ്റ് ആയിരുന്നു. ഒന്നും തെറ്റുപറ്റിയിട്ടില്ല അല്ലേ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.